എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണോ അല്ലേ? അപ്പോൾ അതേ പൊന്നൂസിനെ കാണുന്നില്ല എന്ന് മിക്കോരും കമൻ്റ് ഇട്ടായിരുന്നു. നമ്മുടെ പൊന്നൂസ് അംഗൻവാടി പോകണോണ്ടാട്ടോ. അവൾ അംഗൻവാടി പോകുമ്പോഴായിരിക്കും നമ്മൾ ചിലപ്പോൾ വീഡിയോ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് അവളെ കിട്ടാറ് ഇല്ലാത്തത്. ഹായ് പറഞ്ഞു പൊന്നൂസ്. അപ്പോൾ എല്ലാവരും കണ്ടുല്ലോ പൊന്നൂസിനെ. ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയണം. പൊന്നൂസ് കണ്ടോ, ഇത് പിഞ്ച് മുളകാട്ടോ. എന്താണ്ടോ ഇഷ്ടംമാതിരി ഉണ്ടായി എൻ്റെ ഇവിടെ ഒക്കെ ഉണ്ടാവുണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറൊരു ചീനിയുണ്ട്, അതെല്ലാം ഉണ്ടായി എൻ്റെ. ഇതെല്ലാം സെയിമാണേ. ഇത് കണ്ടോ, എൻ്റെ ഈ ഒരു ചീനി കാട്ടിത്തരാൻ വേണ്ടി കേട്ടോ. ഇതൊക്കെ അതായിട്ട് ഇത് തന്നെ. ഇത് നമ്മുടെ കാശ്മീരി മുളകില്ലേ, അതാട്ടോ. അത് നട്ടതായിരുന്നു. ആ മുളക് അരി ഞാൻ മുളപ്പിച്ച് നട്ട. പക്ഷെ അത് വേനക്കായിരുന്നു ഞാൻ നട്ടത്, ഉണ്ടാവുമെന്ന് കരുതി. പക്ഷെ അപ്പോൾ വേനക്ക് നട്ടിട്ട് ഇതങ്ങ് മുരടിച്ച് വരുവാട്ടോ ചെയ്തത്. അപ്പോൾ ഞാൻ ഓർത്തു ഇത് അങ്ങ് നമ്മുടെ അടുത്ത് മണ്ണ് അങ്ങ് സ്യൂട്ടല്ലായിരിക്കും എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ ആദ്യത്തെ മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇതങ്ങ് ഓക്കെ ആയി കേട്ടോ. ഓക്കെ ആയത് കണ്ടോ, ഇപ്പോൾ മുളകുണ്ടായതുണ്ടോ. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടായത് കണ്ടോ. ഇത്തിരിയുടെ മൂത്തിട്ടൊന്നും ഇല്ല കേട്ടോ, ഇത് പിഞ്ചാ, ഇത്തിരിയുടെ വലുതാകും കണ്ടോ. ഇതെനിക്ക് കിട്ടിയത് ഞാൻ മമ്മിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്ന കേട്ടോ. മമ്മി മുളക് പാകി മുളപ്പിച്ചതാട്ടോ. അങ്ങനെ ഉണ്ടായത് അവിടെ. അപ്പോൾ അവിടെ ഉണ്ടായപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ അരി കൊണ്ടുവന്ന് ഇവിടെയും പാകി മുളപ്പിക്കുക ചെയ്ത്. അങ്ങനെ കുറേ ചീനിയൊക്കെ വെച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതങ്ങനെ ഞാൻ വേറെ ചീനിയെന്നൊക്കെ ഞാൻ മുളക് പറിച്ചെടുത്തു കേട്ടോ. ഇതിന് ഒത്തിരി എരിവൊന്നുമില്ല. നമ്മുടെ കാശ്മീരി മുളക് പൊടിക്ക് അങ്ങനെ എരിവില്ലല്ലോ. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ കുമ്പമുളകിൻ്റെ അത്ര ഒന്നും എരിവൊന്നുമില്ല. നമുക്ക് പിള്ളേർക്കൊക്കെ കഴിക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതിലാട്ടോ എരിവുള്ളൂ. ഇപ്പോൾ ഇത് ഞാൻ പറിക്കണില്ല. ഇത്തിരിയോടെയൊക്കെ വലുതായി വരും കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇത് പറിക്കണില്ല. അതൊക്കെ ഞാനിത് മഴ പെയ്താൽ പിന്നെ പ്രത്യേകം അതിൻ്റെ മുരടിപ്പ് പോകാൻ വേണ്ടി ഒന്നും ചെയ്തൊന്നുമില്ല കേട്ടോ. അത് തന്നെ അങ്ങ് ആ മുരടിപ്പും പോയി. പിന്നെ ഞാൻ ഇടയ്ക്ക് ഇച്ചിരി കഞ്ഞിവെള്ളം പൊളിച്ചതൊക്കെ ഒഴിച്ചു കൊടുക്കും, ഇച്ചിരി ചാണകവെള്ളം ഒഴിക്കും. ഇത് മാത്രം ഇതിൻ്റെ വളമായിട്ട് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അതെ, ഞാനിതിൻ്റെ നമ്മുടെ ഈ ബ്രിഞ്ചാൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. പറഞ്ഞാൽ ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കാം, എന്നിട്ട് കാട്ടിത്തരാം. ഒത്തിരി വലുതാവാൻ നിർത്തണില്ല കണ്ടോ. ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ എടുത്തുണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അമ്മ ഇതെടുക്കട്ടെ കണ്ടോ. നമ്മുടെ ഇതിനല്പം കയ്പൊക്കെ ഉണ്ട്. നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലിട്ട് അതിൻ്റെ കയ്പൊക്കെ പിഴിഞ്ഞ് കളയണം. അങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് കണ്ടോ. അതെന്നാ പൊന്നോ, ബ്രിഞ്ചാൾ ഇനി ഇഷ്ടമാതിരി ഉണ്ടായി വന്നിട്ട്. ആദ്യമൊക്കെ ആ വെയിലില്ല, പിന്നെ മഴ പെയ്യാണ്ട് വെയിൽ മാത്രമായിപ്പോൾ ഇതൊന്ന് കാ പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അല്പം ചാരമൊക്കെ കാ പിടിക്കാൻ വേണ്ടി അവിടെയൊക്കെ ഉണ്ട്. ഇപ്പം ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു കേട്ടോ, പിടിക്കുകയും ചെയ്യുന്നു. കണ്ടു. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതണം.